എമ്പുരാൻ ഇറങ്ങിയ പൃഥ്വിരാജ് ഒരു അമ്മാതിരി മേക്കിംഗ് പറ്റിയില്ല. മൂർത്തി ഭയങ്കര മേക്കിംഗ്, അസാധ്യം മേക്കിംഗ്. ഹ്യൂമർ അല്ല, പടം ഭയങ്കര എൻഗേജിംഗ് ആണ്, ത്രില്ലറാണ്. വളരെ നല്ല സിനിമ. ലാലേട്ടൻ തകർത്തു. അവസാനം 1 മണിക്കൂർ തിയേറ്റർ തൂത്തുവാരി തീയിട്ടു. അയ്യോ, ഒരു രക്ഷയില്ല, പ്രതീക്ഷയില്ല. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതെ, ലാലേട്ടൻ അഭിനയിച്ചൊരു രക്ഷയില്ലതാക്കി. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. പിന്നെ ഒരു ഉറപ്പായിട്ട് ഫാമിലി ഫാൻസ് എല്ലാവർക്കും, എല്ലാ ഓഡിയൻസിനും എല്ലാവർക്കും വളരെ എന്റർടൈൻമെന്റ്. പെർഫോമൻസ് അയ്യോ, സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അയ്യോ, ഒരു രക്ഷയില്ല, ഒരു രക്ഷ. ഭയങ്കരമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു. എന്താണോ പൃഥ്വിരാജ് എമ്പുരാനിൽ കൊണ്ടുവരാൻ മിസ് ചെയ്തത്, അത് ശരിക്കും ധർമ്മൂർത്തി ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ 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 അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അത് എന്താണ് രണ്ടും അതാണ് മിക്സ് ആണ് ശരിക്കും. ഒരു കോംബോ പോലെ രണ്ടുപേർക്കും അടിപൊളിയായിട്ട് ഇമോഷണൽ റൈഡായിട്ട് 2.25 മണിക്കൂർ സൂപ്പറായിട്ട്. ഇല്ല, ഒന്നുമില്ല. അതാണ് ഈ 2.25 മണിക്കൂർ ഉണ്ടെങ്കിലും ഒരു തരത്തിൽ പോലും ലാഗ് അടിപ്പിക്കുന്നില്ല. അത് ആ ഡയറക്ഷന്റെ കഴിവാണ്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും BGM ആയിക്കോട്ടെ, BGM ഒന്നും ഒരു രക്ഷയില്ലാത്തതാണ്. ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ട്, ഇല്ല അതിപ്പോ റിലീസ് ചെയ്യും. സൂപ്പറാണ്. അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ കത്തിക്കൽ സീനുണ്ട് പടത്തിലുണ്ടോ? ഉണ്ട്. അതെ, ഒരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്, അറിയാലോ. ആഫ്റ്റർ ഒപ്പം ഇതിലാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. ഗംഭീരം തന്നെ. ക്ലൈമാക്സ് നോക്കുമ്പോൾ സ്റ്റോറി നല്ല ഓപ്പൺ സ്റ്റോറി. സ്ക്രിപ്റ്റ് ഗംഭീരം, ഒരു രക്ഷയില്ല. തുടക്കം കാണുന്ന പോലെയല്ല, ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ദൃശ്യത്തിനപ്പുറം. കിടിലം പടം. ഞാൻ ഒരു മമ്മൂട്ടി ഫാൻസ് ആണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ മമ്മൂട്ടി ഫാൻസ് ആയതുകൊണ്ടാണ് പറയണത് ഈ പടം സൂപ്പർ പടം. നമുക്ക് എമ്പുരാൻ പ്രതീക്ഷയൊന്നും കിട്ടിയില്ല, പക്ഷെ ഇത് പടം അതേ മോഹൻലാലിനെ നമുക്ക് തിരിച്ച് രീതിയിൽ കൊണ്ടുവന്നു. കറക്റ്റാണ്. ഉഗ്രം പടം. അവർ തമ്മിൽ കോംബോ കുഴപ്പമില്ല, ഭയങ്കരമായിട്ടുള്ള റോളില്ല. പക്ഷെ പഴയ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ തരുൺമൂർത്തിയിൽ കൂടെ തിരിച്ചു കൊണ്ടുപോകും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ സൂപ്പർ അഭിനയം, ഒരു രക്ഷയില്ല. പടം കിട്ടില്ല. രോമാഞ്ചിഫിക്കേഷൻ അതാ ഇതുപോലെയായിരുന്നു. ലാലേട്ടൊന്നും ഇല്ലായിരുന്നല്ലോ, ഒരു ലാഗില്ല. പടം ത്രില്ലടിച്ച് 100 കോടി പിന്നല്ലാതെ നമ്മളെ എമ്പുരാന്റെ സത്യം പറഞ്ഞാല് സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഫാൻസിന് വേണ്ടിയുള്ളത് സെക്കൻഡ് ഹാഫ് എല്ലാ ഫാൻസിനും ഫാമിലിക്ക് എല്ലാം വേണ്ടിട്ട് നല്ല പടമാണ്. ഒരാൾ ദൃശ്യത്തിന് മേളിലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനങ്ങനെ കമ്പയർ ചെയ്യാൻ നോക്കില്ല. ദൃശ്യം വേറെ, ഇത് വേറെ. മാസമാണോ? ഫാമിലിക്കാണോ ഫാൻസിനോ? ഫാൻസിനുള്ളു. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ പടം? ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ മുഖത്ത് കാണാം. ശരിക്ക് എല്ലാവരും വന്ന് കാണണം. നമ്മുടെ പഴയ ലാലേട്ടൻ ഇപ്പോഴും ഉണ്ട്. ഒരു ഭയങ്കര അഭിനയമാണ്. നമ്മളെല്ലാവരും കണ്ണ് നിറഞ്ഞു. അത്രയും അഭിനയമാണ്. ഫാൻസ് എന്നല്ല, നമ്മളെല്ലാവരും കണ്ട് കാര്യം. ഇത്രയും ഒരു അഭിനയം, പഴയൊരു തന്മാത്രയും രസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ്. വളരെ വളരെ അടിപൊളി. എല്ലാം കറക്റ്റ് മീറ്റർ, നല്ല അടിപൊളി. വേണ്ട ലാലേട്ടനെ കിട്ടിയതാണ്. സൂപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും സന്തോഷം. ഭയങ്കര ഗൂസ് ബംസ് മാറിയിട്ടില്ല ഇതുവരെ. ഒരു രക്ഷയില്ല. ഉമ്മച്ചിയുടെ ഫാമിലി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതാണ് നമ്മളെ വിചാരിക്കുന്നത്. ഒരു കാര്യം, ഇനി യാത് നടന്മാര് വന്നാലും ശരിയല്ല, ലാലേട്ടൻ എന്ന് വെച്ചാൽ ലാലേട്ടൻ തന്നെയാണ്. ആ ലാലേട്ടൻ ഇവിടെ ഈ ലോകത്ത് ഇല്ലാതെ പോയാലും ഒരു ലാലേട്ടൻ ഉണ്ടാവൂല. അങ്ങനെ അത് നിങ്ങളെ പഴയ പടങ്ങൾ കണ്ടില്ലല്ലോ അണ്ണാ. അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു?
ടൈമാണ് വന്നത്. പക്ഷെ എനിക്ക് ഈ ഒരു പ്ലസിലെ ഫസ്റ്റ് പടം കണ്ടപ്പോഴേ എനിക്ക് വളരെ ആവശ്യമായി. അതാണ് വലിയ പ്രതീക്ഷ വന്നത്. അത് ഭയങ്കര ഇഷ്ടമായി. കുറ്റം പറയാ കുറ്റം പറഞ്ഞല്ലേ ഇവിടെ കൊറേ കുറ്റം പറയാം. അയാൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അയാൾക്ക് അഭിനയമില്ല. സത്യം പറയാൻ നമ്മളെ കരഞ്ഞു. അയാളെ വിരല് മുടിയവരെ അഭിനയിക്കണം, മുടിയവരാ. അതാണ് ലാലേട്ടൻ. അതാണ് ഒരു അമേസിയില്ല, ഒരു കുമേസിയില്ല, ഒരു അറിയാമോ? ഈ കേരളം അല്ലെ ലോകം മൊത്തം ഉറപ്പിച്ച താരോടുന്ന ലാലേട്ടൻ. ലാലേട്ടനെ വല്ല ഒരു നടന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പുസ്തകം പറയുന്നത് മോഹൻലാലിന്റെ പടത്തില് നമ്മുടെ ശാന്തമീ രാത്രിയിൽ പിന്നെ പൊളിക്കൂലേ ലാലേട്ടന്റെ തുടരും സിനിമയില് മമ്മൂക്കയുടെ പാട്ടും കൂടെ. പിന്നെ പടം പൊളിക്കൂലേ, പടം പൊളിക്കുകയും ചെയ്യും. അതാണ് പറയണത്. ശാന്തമീ രാത്രി ഒത്തിരി നാളിന് ശേഷം ഒരു നല്ലൊരു സിനിമ കാണാൻ പറ്റും. മോഹൻലാലിന്റെ ഒരു നല്ലൊരു സിനിമ. കരഞ്ഞിറങ്ങിയ തിരിച്ചു എമ്പുരാനെന്ന് വെച്ചതിനെ കമ്പയർ ചെയ്യാനുണ്ട്. ഇത് മോഹൻലാലിന്റെ അഭിനയ ആട്ടമായിരുന്നു, അഴിഞ്ഞാട്ടമായിരുന്നു. കിട്ടില്ല സിനിമ. നമുക്കൊരു വയറ് നിറഞ്ഞു പൊളിച്ചടുക്കി മലയാളത്തിലെ മോഹൻ തുടർന്നുകൊണ്ടേയിരിക്കും. തുടരും. അതന്നെ പേര് പോലെ തന്നെ തുടരുവാണ്. തരുൺ മൂർത്തിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്. ജെയ്ക്സ് മൂവിയുടെ ബീജം അടിപൊളിയായിരുന്നു. നമ്മളെ പിടിച്ചില്ല. നമ്മള് പ്രതീക്ഷിച്ച അതിനെക്കാട്ടിലും ഇവിടെ നിൽക്കുന്ന ഒരു പടമായിരുന്നു. ഇമോഷണലി കണക്ട് നല്ലതായിട്ട് വർക്കൗട്ടായി. ഇത് നല്ല ഷോർട്ട് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. എല്ലാവരും മോഹൻലാൽ തുടരും. ടോട്ടൽ നമ്മുടെ സിനിമ സൂപ്പർ ആട്ടോ. ലാലേട്ടന് ഈ കോട്ടൊക്കെ വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. അതാണ് മാസ്. പുള്ളി വന്ന് നിന്നാൽ അതാണ് മാസ്. അങ്ങനെയാണ് പറയുന്നത്. ഫാമിലിക്ക് ഒരുമിച്ച് നല്ല പടം. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആണ്, സെക്കൻഡ് ഹാഫ് ഫുൾ മാസ്. അങ്ങനത്തെ എന്തോ പറയണേ, ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുമ്പോൾ ഒമ്പത് കളക്ഷൻ ആയിരിക്കും പടം. ഒരു രക്ഷയില്ല. സൈലന്റ് ആയിട്ട് വന്നത് തൂക്കി. സത്യം ഒരു പ്രൊമോഷനും ഇല്ലാതെ വന്ന പടമാണ്. പക്ഷേ ഒരു പ്രൊമോഷനും കൊടുക്കാതെ വന്ന പടമാണ്. തുടക്കം മുതൽ അവസാനം വരെ ലാഗ് എന്ന് പറഞ്ഞ സാധനമില്ല. ത്രില്ലടിച്ചു ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ. ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്. ലാലേട്ടന്റെ സൂപ്പർ അതിഗംഭീര സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റാണ്. തരുമൂർത്തി ഒന്റെ അമ്മ മേക്കിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തോ പറയാം, വാക്കുകളില്ല, വാക്കുകൾക്ക് അതീതമാണ്. ഒരു രക്ഷയില്ലാത്ത പടം. കണ്ടു നോക്കാം. നിങ്ങൾ കണ്ടായിരുന്നോ? സൂപ്പർ. വേറെ ലെവലിൽ ഒരു രക്ഷയില്ല. സത്യമായിട്ട് പറയുകയാണ്, കഴിഞ്ഞ 6-7 കൊല്ലത്തിന്റെ ഇടയിൽ വന്ന ഏറ്റവും കൂടുതൽ മോഹൻലാലിന്റെ ഏറ്റവും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വേറെ പുള്ളിക്കാരെ